ഭൃഗുമുനിയുടെ ഭാര്യയായിരുന്നു പുലോമ. സുന്ദരി. രണ്ടുപേരും പരസ്പരം വളരെ സ്നേഹിച്ചു. ആശ്രമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. പുലോമ ഗർഭിണിയായി. ചെറുപ്പത്തിൽ പുലോമയെ അവളുടെ പിതാവ് ഒരു രാക്ഷസന് വാഗ്ദാനം ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് അവൾ ഭൃഗുവിനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ രാക്ഷസൻ അവളെ മറന്നിരുന്നില്ല. ഒരു ദിവസം ആ രാക്ഷസൻ ആശ്രമത്തിലെത്തി അവളെ കണ്ടു. ഹോമകുണ്ടത്തിലെ അഗ്നിയോട് അദ്ദേഹം ചോദിച്ചു, ഇത് പുലോമ ആണോ? അഗ്നി സത്യം പറഞ്ഞു, അതെ, പുലോമ ആണവൾ. രാക്ഷസൻ വീണ്ടും ചോദിച്ചു, ഇവൾ എനിക്ക് നിശ്ചയിച്ച പെൺകുട്ടി പുലോമ തന്നെയാണോ? അഗ്നി വീണ്ടും സത്യം പറഞ്ഞു, അതെ, ഇവൾ അവൾ തന്നെയാണ്. ഉറപ്പു വന്ന രാക്ഷസൻ പുലോമയെ തട്ടിക്കൊണ്ടുപോയി. പുലോമയുടെ ഗർഭത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വന്നു. ആ കുഞ്ഞിന്റെ തേജസ്സിൽ രാക്ഷസൻ അഗ്നിയാൽ കത്തി നശിച്ച് ചാരമായി. ഇതറിഞ്ഞ ഭൃഗു കോപിച്ചു, അഗ്നിയെ ശപിച്ചു, നീ ഇനി ശുദ്ധവും അശുദ്ധവും എല്ലാം വിഴുങ്ങട്ടെ. ഇത് കേട്ട അഗ്നി ദുഃഖിതനായി എല്ലായിടങ്ങളിലും നിന്നും മാറി നിന്നു. ഹോമങ്ങൾ, യാഗങ്ങൾ, മറ്റു കർമ്മങ്ങൾ എല്ലാം നിലച്ചു. അപ്പോൾ ദേവതകളും ഋഷിമാരും ബ്രഹ്മാവിനോട് വിഷമം അറിയിച്ചു. ബ്രഹ്മാവ് അഗ്നിയെ വിളിച്ചു. അഗ്നിക്ക് അനുഗ്രഹം നൽകി, നീ വിഴുങ്ങുന്നതെല്ലാം ഇനി ശുദ്ധമാകും. നിന്റെ സ്പർശം തന്നെ ശുദ്ധീകരണമാണ്.